ഇന്നലെ രാത്രി ഏട്ടന് നെഞ്ചുവേദന വന്നു. മരിച്ചു എന്ന അവസ്ഥയിലെത്തിയ ഏട്ടനെ തക്ക സമയത്ത് ഇഞ്ചക്ഷൻ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പ്രകാശ. ഇവിടെ ആരും ഇല്ലല്ലോ. ഇവരിത് അവിടെ പോയി? ഇനിയിപ്പോ രാത്രി തന്നെ പോയോ? രോഹിത്തെ, അവരിവിടെ കാണുന്നില്ലല്ലോ. ഇവളുടെ വഴക്ക് ഭയന്ന് അവർ രായ്ക്ക് രാമാനം പോയി. നീ ഈ പാപമൊക്കെ എവിടെ കൊണ്ടുവയ്ക്കൂടി? എന്തൊക്കെ ചീത്തയാ പാവങ്ങളെ പറഞ്ഞത്. ഒരു നിവർത്തി ഇല്ലാഞ്ഞിട്ടല്ലേ അവരിങ്ങനെ വന്ന് ഇതുപോലൊരു അവസ്ഥ നിൽക്കേണ്ടി വന്നത്. ആ സുഖമില്ലാത്ത ആളെ കൊണ്ട് അവരെങ്ങോട്ട് പോയി കാണുമെന്തോ. അവരെവിടെ പോയാ എനിക്കെന്താ? എന്തായാലും ഇവിടുന്ന് പോയല്ലോ, എനിക്കത് മതി. ഇടി നീ നന്നാവില്ലടി. ഇനിയിപ്പോ അതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുകൂടി തല്ലുപിടിക്കണ്ട. ശാന്തേ, പുറത്തെവിടെയെങ്കിലും അവരുണ്ടോ എന്ന് നോക്കിയേ. ആ, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും രോഹിത് പാഴാക്കത്തില്ലല്ലോ. ശ്യാമേ, ചില കാര്യങ്ങളിൽ നീ നിന്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അതിപ്പോ അന്യരോട് തന്നെ ആവണമെന്നില്ല. സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും നീ ഈ കാണിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. ഞാൻ പിന്നെ ഒന്നും എതിർത്ത് പറയാതെ നിന്റെ ഒപ്പം നിൽക്കുന്നതേ വെറുതെ വീട്ടിലൊരു വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാ. അതെനിക്ക് മനസ്സിലായി. ഈ മാറ്റമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലല്ലോ. ആ, ഞാൻ പ്രസവിക്കാത്തവളാണല്ലോ. രോഹിത്തെ, പുറത്തൊന്നും അവരെ കാണാനില്ല. അവര് പോയി. കേട്ടില്ലേ അച്ഛാ ഇവള് പറഞ്ഞു കയറി പോകുന്നത്? ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. നീ അത് വിട് രോഹിത്തെ. ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, താൻ ജീവിതത്തിൽ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിനക്ക്. അതിലുള്ള മരുന്നേ അത് മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേ ഉണ്ടാവത്തുള്ളൂ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനാവശ്യ ചിന്തകൾ കൂട്ടിവെച്ച് നീ ചെന്നെത്തുന്നത് അങ്ങനെ ഒരു ഡോക്ടറുടെ മുന്നിൽ തന്നെയായിരിക്കും. അതിന്റെ ലക്ഷണങ്ങളാ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നേ. വല്ലവരും പറയാതെ വല്ലയിടത്തേക്കും പോയതിനെ എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. നീ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതല്ല അതിന്റെ ലക്ഷണങ്ങളാണെന്നേ പറഞ്ഞുള്ളൂ. എടി, അവര് പോയാലും എനിക്ക് വിഷമമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവരെന്റെ ആരാ? പക്ഷെ നീ പലപ്പോഴും പലർക്ക് മുന്നിലും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യത്വം. അത് നിന്റെ 7 അയലത്തൂടി പോയിട്ടില്ല. ശ്യാമേ, നീയായിട്ട് ഇവിടെ ആർക്കും ഒരു സഹായവും ചെയ്യില്ല. ചെയ്യുന്നവരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാതിരിക്കരുത്. നീ നിന്നോട് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹം അത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇപ്പൊ എല്ലാ കുറ്റം എനിക്കായി. ഓരോരുത്തർ ഓരോ വയ്യാവേലികളെ വിളിച്ച് കുടുംബത്തേക്ക് കൊണ്ടുവരും. കിടക്കപ്പുറത്ത് ഇല്ലാതായത് എനിക്ക്. പുറത്തൊന്നുമില്ല. ഇനിയിപ്പോ ശാലിനി അവരെ കൊണ്ടുപോകാൻ വരുമ്പോ എന്തു പറയൂ? അവള് ഉത്തരവാദിത്തോടെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതല്ലേ? മഹേട്ട ചന്ദ്രൻ മുറിയെ കാണാനില്ല. കാണാനില്ലെന്നോ? എടി, അവളെ സൂക്ഷിക്കണമെന്നും മുറി താക്കോലിട്ട് പൂട്ടണമെന്നും പറഞ്ഞപ്പോ നീ അല്ലടി പറഞ്ഞത് അവൾ ഒരിടത്തേക്കും പോവില്ല, മുറിയുടെ പുറത്തോട്ട് ഇറങ്ങിയ നീ അറിയൂന്ന്. എന്നിട്ട് അവൾ എവിടെ? പറയടി. നിന്റെ മോള് നിന്റെ സംരക്ഷണയിൽ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന അഹങ്കരിച്ചാണല്ലോ നീ പറഞ്ഞത്. അപ്പൊ പിന്നെ അവളെ എവിടെ പോയിന്ന് പറയാനുള്ള ബാധ്യതയും നിനക്കുണ്ട്. ഞാൻ വിചാരിച്ചു. നീനും മിണ്ടരുത്. കേട്ടില്ലേ? റിങ്ങുണ്ട്, പക്ഷെ എടുക്കില്ല. വല്ലവന്റെയും കൂടെ പോയിരിക്കുന്നവളൊക്കെ ഞാൻ വിളിച്ച ഫോൺ എടുക്കൂ. ഹലോ ചന്ദ്രേ, നീ ഇതെവിടെയാ? ഞാൻ ഏട്ടന്റെ അടുത്തുണ്ട്. ഇന്നലെ രാത്രി ഏട്ടന് നെഞ്ചുവേദന വന്നു. മരിച്ചു എന്ന അവസ്ഥയിലെത്തിയ ഏട്ടനെ തക്ക സമയത്ത് ഇഞ്ചക്ഷൻ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പ്രകാശ. ആ അവസ്ഥ ഇനിയും വരാന്നാ പറയുന്നത്. സൂക്ഷിക്കണമെന്നും പറയുന്നു. അച്ഛൻ അറിഞ്ഞ വിടില്ലെന്നറിയാം.
അതാ ഞാൻ രാത്രി തന്നെ ആരും അറിയാതെ പോന്നത്. എന്നിട്ട് ഇപ്പൊ അവൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്, ഉറങ്ങാം. ഇങ്ങ് തന്നെ മോളെ, പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, മോളെ കുഴപ്പമൊന്നുമില്ല. മഹേട്ടാ, അവന്റെ ഹാർട്ടിന്റെ പ്രോബ്ലം ക്ലിയർ ആക്കിന്നല്ലേ എന്നോട് പറഞ്ഞത്? മഹേട്ടാ, എന്താ? അല്ല, അന്ന് അവന്റെ ഹൃദയവാൽവിന് എന്തോ തകരാറുണ്ടായെന്നും അത് ചികിത്സിച്ച് ഭേദമാക്കിയെന്നും അല്ലേ മഹേട്ടൻ എന്നോട് പറഞ്ഞത്? അതെ. പിന്നെ എന്താ നമ്മുടെ മോൻ ഇങ്ങനെ വന്നത്? അത് നീ ഫോണിൽ നിന്ന് ഈശ്വര, അമ്മേ, നമ്മൾ ഇനി എങ്ങോട്ടാ പോവാ? അറിയില്ല മോനെ. എനിക്ക് വിശക്കുന്നുണ്ടമ്മേ. മോനെ നോക്കട്ടെ മോനെ, നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കാം. എത്ര നേരമായിട്ട് നമ്മളിവിടെ ഇരിക്കാം അമ്മേ. നോക്കട്ടെ മോനെ. എനിക്കിനി സ്കൂളിൽ പോകാൻ പറ്റില്ല അമ്മേ. സ്കൂളിൽ പോവാം. അപ്പൊ നമ്മളിനി എവിടെ താമസിക്കും? പറയമ്മേ, നമ്മളിനി എവിടെ താമസിക്കും? ദീപു അവിടെ കിടക്കുന്നു. ആ, ശരിയാണല്ലോ. അങ്കിളെ, വണ്ടി നിർത്ത്. രാമേട്ടാ, അമ്മേ, ദാ ദീപു. ഏത് ദീപു? ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ദീപു. നമ്മള് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നില്ലേ, ആ ദീപു തന്നെയാ. ഇവിടെയോ? അതേന്നേ, അവനൊരു കടയുടെ മുന്നിൽ കിടക്കുന്നത് ഞാൻ കണ്ടതാ. അവരെങ്ങനെയാ ഇപ്പൊ അവിടെ വരുന്നേ? ഞാൻ കണ്ടതാ അവനവിടെ കിടക്കുന്നേ. രാമേട്ടാ, കാർ ഒന്ന് റിവേഴ്സ് എടുക്കാവോ? നിങ്ങക്ക് ചുമ്മാ തോന്നിയതായിരിക്കുന്നേ. നമുക്കൊന്ന് നോക്കാലോ. ശരിയാ, സംശയം തീർത്തിട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ദാ കണ്ടില്ലേ, ആ കിടക്കുന്നതാ ദീപു.